എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ക്ലാസ് 9 ഗണിതശാസ്ത്രത്തിൻ്റെ ഒന്നാം അധ്യായമായ സമവാക്യ ജോഡികൾ, അതിൻ്റെ 6ാമത്തെ വീഡിയോ ആണ് ഇത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഈ വീഡിയോയിൽ എന്തെല്ലാമാണ് വിശദീകരിക്കുന്നത്, എന്തെല്ലാമാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ ഭാഗങ്ങളാണ് വിശദീകരിക്കുന്നത്, അത് ഏത് സമയത്താണ് തുടങ്ങുന്നത് എന്നുള്ളത് അതിൽ കാണാൻ പറ്റും. ടൈം ലൈൻ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ വീഡിയോയിൽ മാത്രമല്ല എല്ലാ വീഡിയോയിലും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് പെട്ടെന്ന് പോകാൻ അത് ഉപകരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ഈ വീഡിയോയുടെ പഠന ലക്ഷ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ചരത്തിൻ്റെ, അതായത് നമ്മുടെ കയ്യിൽ ഒരു ജോഡി സമവാക്യങ്ങളുണ്ട്, രണ്ട് സമവാക്യങ്ങൾ, രണ്ട് ചരങ്ങളുള്ള സമവാക്യങ്ങൾ അവ. അപ്പോൾ ഏതെങ്കിലും ചരത്തിൻ്റെ ഗുണിതങ്ങൾ രണ്ട് സമവാക്യങ്ങളിലും തുല്യമാണ് എങ്കിൽ ആ സമവാക്യങ്ങൾ പരസ്പരം കൂട്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ചിട്ടോ ഒരു ചരമുള്ള ഒരു സമവാക്യമായി മാറ്റുന്നു. എന്നിട്ട് നമ്മൾ ആ ചരത്തിൻ്റെ വില കണ്ടുപിടിക്കുന്നു. അതുപയോഗിച്ച് രണ്ടാമത്തെ ചരത്തിൻ്റെ വിലയും കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് പ്രശ്നം പരിഹരിക്കാം. അതാണ് ഈ വീഡിയോയിലെ ആദ്യത്തെ പഠന ലക്ഷ്യം. അപ്പോൾ ഞാൻ ആ പഠന ലക്ഷ്യം ഒന്ന് എഴുതാം. ഏതെങ്കിലും ചരത്തിന് നമ്മൾ അക്ഷരം എന്നും പറയും, അല്ലെങ്കിൽ അക്ഷരത്തിൻ്റെ ഗുണിതങ്ങൾ രണ്ട് സമവാക്യങ്ങളിലും തുല്യമാണ് എങ്കിൽ സമവാക്യങ്ങൾ പരസ്പരം കൂട്ടിയോ കുറച്ചോ ഒരു ചരമുള്ള ഒരു സമവാക്യമാക്കി പ്രശ്നത്തിന് പരിഹാരം കാണുന്നു. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് സമവാക്യങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സമവാക്യം x + 3y = 38. ഇനി രണ്ടാമത്തെ സമവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x + 3y = 85 എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അപ്പോൾ ഏതെങ്കിലും ചരത്തിൻ്റെ ഗുണിതങ്ങൾ രണ്ട് സമവാക്യങ്ങളിലും തുല്യമാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് y എന്ന് പറയുന്ന ചരത്തിൻ്റെ ഗുണിതങ്ങൾ രണ്ടിലും തുല്യമാണ്. അതായത് 3 ഇവിടുത്തെ ഗുണിതങ്ങൾ. ഓക്കെ, അപ്പോൾ രണ്ട് സമവാക്യങ്ങളിലും ഏതെങ്കിലും ഒരു ചരത്തിൻ്റെ ഗുണിതം എന്താണ്, തുല്യമായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചോ കൂട്ടിയിട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുക,
ഇവിടെ ഗുണിതങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ അടുത്തത് ചെയ്യേണ്ടത് എന്താണ്? ഈ ഗുണിതങ്ങൾ തുല്യമായ ചരങ്ങളുടെ ചിഹ്നം നോക്കാം. ഇവിടെ ചിഹ്നം എന്താണ്? പ്ലസ് ആണ്. ഇവിടെയും ചിഹ്നം പ്ലസ് ആണ്. അപ്പോൾ രണ്ടും പ്ലസ് ആണ്. അപ്പോൾ അത് ക്യാൻസലായി പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏതിനെ കുറയ്ക്കണം? ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇത് ക്യാൻസലായി പോകും. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക. ഇവിടെ നോക്കുന്ന സമയത്ത് 2x-ൽ നിന്നും x കുറയ്ക്കുക. ഓക്കെ, 2x-ൽ നിന്നും x കുറയ്ക്കുക. അപ്പോൾ നമുക്ക് x കിട്ടും. 2x മൈനസ് x കിട്ടും. ഓക്കെ, പിന്നെ വലതുവശത്തും കുറയ്ക്കുക. കുറയ്ക്കുന്ന സമയത്ത് എല്ലാ വലതുവശത്തിൽ നിന്നും ഇടതുവശത്തിൽ നിന്നും ഒരേപോലെ തന്നെ നമ്മൾ കുറയ്ക്കണം. ഓക്കെ, ഇനി ഇവിടെ 3y ആണ്. ഇവിടെ നമുക്ക് 3y തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് -3y ആയിരുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ട് സമവാക്യങ്ങളിലും y-യുടെ ഗുണിതം എന്താണ്? തുല്യമാണ്. അവ പക്ഷേ എന്താണ്? വിപരീത ചിഹ്നങ്ങളാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവയെ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ചരത്തിൻ്റെ ഗുണിതങ്ങൾ രണ്ട് സമവാക്യങ്ങളിലും തുല്യമാണെങ്കിൽ സമവാക്യങ്ങൾ പരസ്പരം കൂട്ടിയോ കുറച്ചോ ഒരു ചരമുള്ള ഒരു സമവാക്യമായി പ്രശ്നത്തിന് പരിഹാരം കാണുന്നു. അപ്പോൾ ഗുണിതങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ ഒരേ ചിഹ്നമാണെങ്കിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ കൂട്ടുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ പഠന ലക്ഷ്യം. ഓക്കെ, അപ്പോൾ രണ്ട് ചരങ്ങളുള്ള രണ്ട് സമവാക്യങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ചരത്തിൻ്റെ ഗുണിതം രണ്ട് സമവാക്യങ്ങളിലും തുല്യമാണെങ്കിൽ സമവാക്യങ്ങൾ പരസ്പരം കൂട്ടിയോ അല്ലെങ്കിൽ കുറച്ചോ ഒരു ചരമുള്ള ഒരു സമവാക്യമായി മാറ്റും. എന്നിട്ട് ആ ചരത്തിൻ്റെ വില കണ്ടുപിടിക്കും. അതുപയോഗിച്ച് നമ്മൾ രണ്ടാമത്തെ ചരത്തിൻ്റെ വില കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം പേജ് 11-ൽ സോൾവ് ചെയ്തിരിക്കുന്ന ചോദ്യം തന്നെയാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. അത് നോക്കൂ. 2 പേനയ്ക്കും 3 നോട്ട് ബുക്കിനും കൂടി 110 രൂപ. ഞാനിവിടെ പേന, നോട്ട് ബുക്ക്, അതിൻ്റെ തുക. ഓക്കെ, അപ്പോൾ 2 പേനയ്ക്കും 3 നോട്ട് ബുക്കിനും കൂടി 110 രൂപ. 2 പേനയ്ക്കും 5 നോട്ട് ബുക്കിനും ആണെങ്കിൽ 170 രൂപ. ഒരു പേനയുടെ വില എത്രയാണ്? ഒരു നോട്ട് ബുക്കിൻ്റെയോ? അതാണ് ചോദ്യം. 2 പേനയും 3 നോട്ട് ബുക്കും വാങ്ങുമ്പോൾ 110 രൂപ. 2 പേനയും 5 നോട്ട് ബുക്കും വാങ്ങുമ്പോൾ 170 രൂപ. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ? ഒരു കുട്ടി 2 സമയത്തും അല്ലെങ്കിൽ ഒരാൾ 2 സമയത്തും 2 പേന തന്നെയാണ് വാങ്ങുന്നത്. ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യം എന്താണ് സംഭവിക്കുന്നത്? 2 നോട്ട് ബുക്ക് അധികം വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ പേനകൾ തുല്യമാണ്. നോട്ട് ബുക്ക് 2 എണ്ണം അധികം വാങ്ങിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? 170 മൈനസ് 110, 60 രൂപ. 60 രൂപ അധികമായി. അപ്പോൾ 2 നോട്ട് ബുക്കിൻ്റെ വിലയായിരിക്കും 60. ഓക്കെ, രൂപ. അപ്പോൾ ഒരു നോട്ട് ബുക്കിൻ്റെ വില എന്തായിരിക്കും?
30 രൂപ. ഓക്കെ, ഇനി 2 പേന പ്ലസ് 3 നോട്ട്ബുക്ക്. ഒന്നിന് 30 രൂപയാണ്. അപ്പോൾ ഇവിടെ 3 90 രൂപ. അപ്പോൾ എത്രയായിരിക്കും? 110 ആയിരിക്കും. അപ്പോൾ 2 പേനയുടെ വില എന്തായിരിക്കും? 110 മൈനസ് 90, അപ്പോൾ 20. ഇതിൽ നിന്നും ഒരു പേനയുടെ വില എത്ര കിട്ടും? 20/2, അതായത് 10 രൂപ. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് മനക്കണക്കായിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ. ഇനി ഇതേ കാര്യം നമുക്ക് എങ്ങനെ 2 സമവാക്യങ്ങൾ വെച്ച് ചെയ്യാം? അതാണല്ലോ നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ എന്താ ചെയ്യുക? 2 സാധനങ്ങളുണ്ട്, പേനയും നോട്ട്ബുക്കും. അപ്പോൾ എന്തു ചെയ്യും? ഒരു പേനയുടെ വില സമം X രൂപ. ഒരു നോട്ട് ബുക്കിൻ്റെ വില Y രൂപ. ഇനി ഒന്നാമത്തെ നിബന്ധന, ഒന്നാമത്തെ നിബന്ധന 2 പേന 3 നോട്ട്ബുക്ക്. അപ്പോൾ 2 പേന പ്ലസ് 3 നോട്ട്ബുക്ക് സമം 110 രൂപ. ഇത് നമ്മുടെ സമവാക്യം 1. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ നിബന്ധന. രണ്ട് പേന 2x, 5 നോട്ട്ബുക്ക് 5y, 170 രൂപ. 2x പ്ലസ് 5y സമം 170. ഓക്കെ, ഇവിടെ എന്താണ്? എക്സിൻ്റെ ഗുണിതം തുല്യമാണ്. എക്സിൻ്റെ ഗുണിതം തുല്യമാണ്. ഇനി അപ്പോൾ നമുക്ക് എന്താണ്? എക്സിൻ്റെ ഗുണിതം തുല്യമായി. ഇനി എന്ത് ചെയ്യുക? ചിഹ്നം നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ +2 ആണ്, ഇവിടെയും +2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇത് കുറയ്ക്കുകയാണ് വേണ്ടത്. ഏതെന്ന് ഏതാ കുറയ്ക്കേണ്ടത്? അത് നോക്കാൻ ഇവിടെ നോക്കുക. ഇവിടെ 5-ന്ന് 3 കുറയ്ക്കണം. അപ്പോൾ സമവാക്യം 2-ൽ നിന്നും സമവാക്യം 1 കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം? സമവാക്യം 2 മൈനസ് സമവാക്യം 2 മൈനസ് സമവാക്യം 1. അപ്പോൾ എന്ത് സംഭവിക്കും? 2x-ഉം 2x-ഉം കട്ട് ചെയ്ത് പോകും. 5y മൈനസ് 3y സമം 170 മൈനസ് 110. അപ്പോൾ 2y സമം 60, y സമം 60/2, y 30. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? സാധാരണ ചെയ്യുന്ന പോലെ y സമം 30 ഏതിൽ കൊടുക്കാം? സമവാക്യം 1-ൽ കൊടുക്കാം. സമവാക്യം 1-ൽ കൊടുത്താൽ 2x പ്ലസ് 3 × 30 110. 2x പ്ലസ്
90 110. 2x 110 മൈനസ് 90. അപ്പോൾ 2x 20, x 20/2, x 10. അപ്പം നമുക്ക് കിട്ടി. ആയതുകൊണ്ട് എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഒരു പേനയുടെ വില 10 രൂപ, നോട്ട്ബുക്കിൻ്റെ വില 30 രൂപ. ആയതുകൊണ്ട് ഒരു പേനയുടെ വില സമം എക്സ് രൂപ 10 രൂപ, ഒരു നോട്ട് ബുക്കിൻ്റെ വില സമം 30 രൂപ അല്ലേ? ഓക്കെ, ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണേ. അപ്പോൾ 2 പേന, അപ്പോൾ 20 രൂപ. 20 പ്ലസ്, അപ്പോൾ ചെക്ക് ചെയ്യാണ്. ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് വരും? 20, 3 × 3 90, 3 × 30 90, 20 പ്ലസ് 90 110. അപ്പോൾ ശരിയായി. ഇവിടെ 2 × 10 20, 5 × 30 150, 20 പ്ലസ് 150 170. ഓക്കെ, അപ്പോൾ 2 സമവാക്യങ്ങളും ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം 10ഉം 30ഉമാണ്. ഓക്കെ, അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? 2 സമവാക്യങ്ങളിൽ എക്സ് എന്ന് പറഞ്ഞ ചരത്തിൻ്റെ ഗുണിതം തുല്യമാണ്, ഒരേ ചിഹ്നമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ y രണ്ടാമത്തെ സമവാക്യത്തിൽ y വലുതാണ്. അപ്പോൾ 2ൽ നിന്നും 1 കുറച്ചത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ഇതാണ് അടുത്ത ചോദ്യം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ചോദ്യമാണ്. 2 സംഖ്യകളുടെ തുക 25. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ ആദ്യ സംഖ്യ, രണ്ടാം സംഖ്യ. അപ്പോൾ ആ സംഖ്യ എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യമാണ് എടുക്കുന്നുള്ളൂ. ആ സംഖ്യ, ഒന്നാമത്തെ സംഖ്യ ഒരു പ്രാവശ്യവും രണ്ടാമത്തെ സംഖ്യ ഒരു പ്രാവശ്യവും, അത് തമ്മിൽ കൂട്ടുകയാണ്. അപ്പോൾ നമുക്ക് തുക എന്ത് കിട്ടും? 25 കിട്ടും. അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. 2 സംഖ്യകളുടെ തുക 25. വലിയ സംഖ്യ, അത് ആദ്യ സംഖ്യ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനെ മാറ്റി വലിയ സംഖ്യ. അപ്പോൾ വലിയ സംഖ്യ ഒരു പ്രാവശ്യം, ചെറിയ സംഖ്യ ഒരു പ്രാവശ്യം, അത് രണ്ടും കൂട്ടുമ്പോൾ 25. വലിയ സംഖ്യയുടെ 2 മടങ്ങ്. ഇത് 2 മടങ്ങായി. അതിൽ നിന്ന് മറ്റേ സംഖ്യ കുറയ്ക്കുക. മറ്റേ സംഖ്യ അതുപോലെ തന്നെയാണ്, കുറയ്ക്കുമ്പോഴാണ്, തുകയല്ല വ്യത്യാസമാണ്. തുകയല്ല വ്യത്യാസമാണ് 20. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇവർ തമ്മിൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 20 കിട്ടും സംഖ്യകളേവ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? 2 പ്രാവശ്യവും ചെറിയ സംഖ്യ തുല്യമാണ്, പക്ഷേ വലിയ സംഖ്യ വ്യത്യാസമാണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ ചെറിയ സംഖ്യ തുല്യമാണ്, ഗുണിതം ചെറിയ സംഖ്യ തുല്യമാണ്. അപ്പോൾ ചെറിയ സംഖ്യയുടെ ചിഹ്നം നോക്കുക. ഒന്നിൽ പ്ലസ് ആണ്, മറ്റേത് മൈനസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ പരസ്പരം കൂട്ടുക. കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ സംഖ്യ 3 എന്ന് കിട്ടും. 3 ഇരട്ടിയാവും കൂട്ടിക്കഴിഞ്ഞാൽ. ചെറിയ സംഖ്യ ക്യാൻസലായി പോകും. ഇവിടെ എന്ത് സംഭവിക്കും? ഒരു തുകയും വരും, ഒരു വ്യത്യാസവും വരും. അപ്പോൾ വലിയ സംഖ്യ 3 ആവുകയും ഇത് തമ്മിൽ എന്താണ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വലതുവശത്ത് വരുന്ന ഭാഗങ്ങളാണ്. ഓക്കെ, ഇതിനെ ഇതുകൊണ്ട് കൂട്ടി, അപ്പോൾ 3. ഇതിനെ ഇതുകൊണ്ട് കൂട്ടി, അപ്പോൾ ക്യാൻസലായി പോയി, കാരണം ചിഹ്നം വ്യത്യാസമാണ്. ഇവിടെ 25, ഇവിടെ ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു 25 കിട്ടും. പിന്നെ ഇവിടെ ഒന്നുമില്ല, അപ്പോൾ ഈ 20 കിട്ടും. ഇവരെ കൂട്ടുകയാണ് വേണ്ടത്, അപ്പോൾ നമുക്ക് 45 കിട്ടും. അപ്പോൾ വലിയ സംഖ്യയുടെ 3 ഇരട്ടിയാണ് ആര്? 45. അപ്പോൾ 3 വലിയ സംഖ്യ സമം 45. അപ്പോൾ വലിയ സംഖ്യ എന്തായിരിക്കും? 45/3 15. ഇനി ഈ 15 പ്ലസ് ചെറിയ സംഖ്യ മുഴുവൻ എഴുതുന്നില്ല കേട്ടോ, സമം 25. അപ്പോൾ നമുക്ക് ചെറിയ സംഖ്യ എന്ത് കിട്ടും? 25 മൈനസ് 15. അപ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോഴാണ് കിട്ടിയത്. ഇനി നമുക്ക് നമ്മുടെ രീതി വെച്ച് ചെയ്യാം, സമവാക്യ ജോഡികൾ വെച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ വലിയ സംഖ്യ x, ചെറിയ സംഖ്യ y. ഇനി നിബന്ധന 1. രണ്ട് സംഖ്യകളുടെ തുക 25. x പ്ലസ് y സമം 25. ഒന്നാമത്തെ സമവാക്യം. ഇനി നിബന്ധന 2. വലിയ സംഖ്യയുടെ 2 മടങ്ങ്. വലിയ സംഖ്യ x ആണല്ലോ, അപ്പോൾ 2 മടങ്ങ് 2x, പിന്നെ 2 മടങ്ങിൽ നിന്ന് മറ്റേ സംഖ്യ കുറച്ചാൽ, മറ്റേ സംഖ്യ y ആണ്, ഇനി കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്, മൈനസ്, അപ്പോൾ 20. ഇതാണ് സമവാക്യം 2. ഇനി ഇവിടെ എന്താണ്? y-യുടെ ഗുണിതം തുല്യമാണ്. രണ്ട് സമവാക്യങ്ങളിൽ. ഓക്കെ, പക്ഷേ ഇവിടെ എന്താണ്? ചിഹ്ന വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സമവാക്യങ്ങളെ കൂട്ടാം. കൂട്ടുന്ന സമയത്ത് പിന്നെ ഏതിൽ നിന്ന് ഏത് കൂട്ടിയാലും കുഴപ്പമില്ല. അപ്പോൾ 1 പ്ലസ് 2. അപ്പോൾ നമുക്ക് x പ്ലസ് 2x, ഇത് ക്യാൻസലായി പോവും. അപ്പോൾ 25 പ്ലസ് 20, 3x സമം 45. x 45/3, അപ്പോൾ x 15. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? x സമം 15 സമവാക്യം 1 കൊടുത്താൽ പതിനഞ്ച് പ്ലസ് y സമം 25, y സമം
25 മൈനസ് 15 y 10. അപ്പോൾ നമുക്ക് ഉത്തരമായി. ആയതുകൊണ്ട് വലിയ സംഖ്യ സമം 15, ചെറിയ സംഖ്യ സമം 10. ഓക്കെ. അപ്പോൾ തന്നിരിക്കുന്ന രണ്ട് സമവാക്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചരത്തിൻ്റെ ഗുണിതം തുല്യമായാൽ അവ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് ഒരു ചരമുള്ള സമവാക്യം ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ഗുണിതങ്ങൾ തുല്യമാണ്, പക്ഷെ അവയുടെ ചിഹ്നങ്ങൾ വ്യത്യാസമാണ്. അപ്പോൾ കൂട്ടിയാൽ മതി. ഓക്കെ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. ഗുണിതങ്ങൾ തുല്യമായാൽ ചിഹ്നം ഒരേപോലെയാണെങ്കിൽ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ നമുക്ക് കുറയ്ക്കുക. വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ കൂട്ടിയാൽ മതി. ഓക്കെ. അപ്പോൾ അത് രണ്ടിനുമുള്ള ഓരോ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഒരെണ്ണം ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ തന്ന ചോദ്യമാണ്. ഓക്കെ. ഇത് ക്ലിയറായി കാണും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ടെക്സ്റ്റ് ബുക്കിലെ പേജ് 14 കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യമാണ്. ഓക്കെ. 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 66 രൂപയാണ് വില. 7 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 111 രൂപ. ഒരു പേനയുടെ വില എത്രയാണ്? പെൻസിലിൻ്റെ വിലയോ? അപ്പോൾ നമുക്ക് ആദ്യം പട്ടിക രൂപത്തിൽ എഴുതാം. പേന, പെൻസിൽ, വില, തുക. 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 66 രൂപ. 7 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 111 രൂപ. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? രണ്ടാമത്തെ പ്രാവശ്യം പേന കൂടുതൽ വാങ്ങിച്ചു, പെൻസിൽ ഒരേപോലെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്? പെൻസിൽ തുല്യമാണ്. കൂടാതെ ഇവിടെ രണ്ടിലും നമുക്ക് തന്നിരിക്കുന്നത് തുകയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 7ൽ നിന്നും 4 കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 പേന. ഇത് ക്യാൻസലായി പോയി. ഇവിടെയോ 111ൽ നിന്നും 66 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 45 കിട്ടും. അപ്പോൾ ഒരു പേനയുടെ വില എത്ര കിട്ടും? 45/3, 15 രൂപ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇവിടെ നോക്കാം. 4 പേന എന്ന് പറയുമ്പോൾ 60 രൂപ. 4 × 15 60 പ്ലസ് 3 പെൻസിൽ 66 രൂപ. അപ്പോൾ നമുക്ക് 3 പെൻസിലിന് എന്ത് കിട്ടും? 66 മൈനസ് 60 6. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി എന്ത് കിട്ടും? ഒരു പെൻസിലിൻ്റെ വില 6/3 2 രൂപ.
ഓക്കെ, അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് നമുക്ക് 4 പേനയും 3 പെൻസിലും വാങ്ങിക്കുമ്പോൾ 66 രൂപ, 7 പേനയും 3 പെൻസിലും വാങ്ങിക്കുമ്പോൾ 111 രൂപ. രണ്ടാമത്തെ പ്രാവശ്യം 3 പേന അധികമായി വാങ്ങിച്ചു. ആ 3 പേനയുടെ വില 111 മൈനസ് 66, 45 രൂപ. അപ്പോൾ ഒരു പേനയുടെ വില 45/3, 15 രൂപ. ഒരു പേനയുടെ വില 15 രൂപയായാൽ 4 പേനയ്ക്ക് 60 രൂപ. അപ്പോൾ 60 പ്ലസ് 3 പെൻസിലിൻ്റെ വില 66 രൂപ. അപ്പോൾ 3 പെൻസിലിൻ്റെ വില 66 മൈനസ് 60, 6 രൂപ. ഒരു പെൻസിലിൻ്റെ വില 6/3, അപ്പോൾ 2 രൂപ. ഓക്കെ, അപ്പോൾ ശരിക്കും ഇങ്ങനെ സ്റ്റെപ്പായിട്ട് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സമവാക്യ ജോഡികൾ വെച്ച് പെട്ടെന്ന് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പേനയ്ക്ക് എന്ത് ചെയ്യും, എക്സ് എന്ന് കൊടുക്കും. ഒരു പേനയുടെ വില എക്സ് രൂപ. ഒരു പെൻസിലിൻ്റെ വില വൈ രൂപ. ഓക്കെ, ഇനി ഒന്നാമത്തെ നിബന്ധന എന്താണ്? ഒന്നാമത്തെ നിബന്ധന 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 66 രൂപ. 4x പ്ലസ് 3y സമം 66, സമവാക്യം 1. ഇനി രണ്ടാമത്തെ നിബന്ധന 7 പേനയ്ക്കും 7x 3 പെൻസിലിനും 3y 111 രൂപ. അപ്പോൾ എഴുതുമ്പോൾ ഇങ്ങനെ കൊടുത്ത് നിങ്ങൾ എഴുതുകയാണെങ്കിൽ എളുപ്പം മനസ്സിലാവും. ഓക്കെ, ഇനി ഇവിടെ വൈയുടെ ഗുണിതങ്ങൾ തുല്യമാണ്. വൈയുടെ ഗുണിതം തുല്യമാണ്, പക്ഷെ ചിഹ്നങ്ങൾ വ്യത്യാസമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇത് ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്യാൻ കുറയ്ക്കണം. ഏതിന്ന് ഏത് കുറയ്ക്കും? ഇതിന്ന് ഇത് കുറയ്ക്കും. സമവാക്യം 2ൽ നിന്നും 1 കുറയ്ക്കും. ഓക്കെ, അപ്പോൾ വൈയുടെ ഗുണിതം തുല്യമാണ്. അപ്പം നമ്മൾ ഇവിടെ സമവാക്യം 2 മൈനസ് സമവാക്യം 1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 7x മൈനസ് 4x, ഇത് ക്യാൻസലായി പോയി. 111 മൈനസ് 66, അപ്പോൾ 3x സമം 45, x സമം 45/3, അപ്പോൾ x എത്ര കിട്ടി? 15. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, x സമം 15 എന്ന് സമവാക്യം 1ൽ കൊടുത്താൽ 4 × 15 പ്ലസ് 3y 66, 60 പ്ലസ് 3y 66, 3y 66 മൈനസ് 60, 3y 6, അപ്പോൾ y എന്ത് കിട്ടും? 6/3, y 2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി? ഒരു പേനയുടെ വില സമം
15 രൂപ. ഒരു പെൻസിലിൻ്റെ വില 10 രൂപ. ഓക്കെ, അപ്പോൾ ശരിയാണോ ചെക്ക് ചെയ്യൂ. 4 ഇൻറ്റു എത്രയാ, എക്സിൻ്റെ വില 15. അപ്പം 4 ഇൻറ്റു 15 60. 3 ഇൻറ്റു 10 എക്സിൻ്റെ വില 15 എടുത്തെഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. ഒരു പെൻസിലിൻ്റെ വില 2 രൂപ. ഓക്കെ, അപ്പോൾ ഇവിടെ 60, ഇവിടെ 3 ഇൻറ്റു 2 6, 66. ശരിയാണ്. 7 ഇൻറ്റു എക്സ് 15. 7 ഇൻറ്റു 15, 15 105. 3 ഇൻറ്റു 2 6, 105ഉം 6ഉം 111. അപ്പോൾ എന്താണ്, ശരിയാണ്. ഇത് നിങ്ങൾ ശരിയാണോ എന്ന് എന്ത് ചെയ്യുക, പെൻസില് ഉപയോഗിച്ച് എഴുതി ശരിയാണോ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഇറേസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പേനയുടെ വില 15 രൂപയും ഒരു പെൻസിലിൻ്റെ വില 2 രൂപയുമാണ് എന്ന് കിട്ടും. അപ്പം നമ്മൾ ഇന്ന് 3 ചോദ്യങ്ങളാണ് ചെയ്തത്. ആ 3 ചോദ്യങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു? നമ്മൾ 2 സമവാക്യങ്ങൾ ഉണ്ട്. ആ 2 സമവാക്യത്തിൽ ഏതെങ്കിലും ഒരു ചരത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തിൻ്റെ ഗുണിതം തുല്യമായിരിക്കും. അപ്പം അങ്ങനെ തുല്യമായാൽ നമ്മൾ എന്ത് ചെയ്യും, ആ സമവാക്യങ്ങൾ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് ഒരു ചരമുള്ള സമവാക്യമായി മാറ്റി ഉത്തരം കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ ഉത്തരം ഉപയോഗിച്ച് രണ്ടാമത്തെ ചരത്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത കാര്യം പഠിക്കാൻ പോവുകയാണ്. പക്ഷേ അത് നമുക്ക് കുറച്ച് സമയം വേണം. അപ്പോൾ ഇനി അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എന്തായിരിക്കും, ലെങ്ത്ത് കൂടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ച് നോക്കുക. അതിൽ വീഡിയോയുടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഓക്കെ.